തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവാചാരങ്ങളിൽ ഏറെ കൗതുകമുണർത്തുന്ന ഒരു ചടങ്ങാണ് അന്യായം പറയൽ. തൃച്ചംബരത്തപ്പനും മഴൂരപ്പനും എഴുന്നള്ളിച്ചെത്തുന്ന വേളയിൽ ചെങ്ങളാവാര്യർ തളിക്കലവുമായി തിരുമുമ്പിലെത്തി അന്യായമെന്ന് 3 പ്രാവശ്യം ഉച്ചരിക്കുന്നൊരു കാഴ്ചയുണ്ട്. തൃച്ചംബരത്തപ്പനോടും ധർമ്മിക്കുളങ്ങര അപ്പനോടും 3000 ചെല്ലും പെരുഞ്ചൊല്ലൂർ ഗ്രാമത്തോടുമായി ബോധിപ്പിക്കുന്ന ഈ അന്യായം പറയുന്നതിന്റെ പിന്നിൽ ഒരു ചരിത്ര സ്മരണയും വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവാചാരങ്ങളിൽ ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ് അന്യായം പറയൽ. ആദ്യകാലം മുതൽ ക്ഷേത്രത്തിലെ കാരായ്മ വഹിച്ചിരുന്ന ചെങ്ങള വീട്ടിലെ വാര്യർ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പഴയ സംഭവമാണ് ഈ ആചാരത്തിന് പിന്നിലെ ചരിത്രം. ഏകദേശം 300ഓളം വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങള വീട്ടിലെ കാരണവർ നായ്ക്കാലി എന്ന സ്ഥലത്ത് താമസമുള്ള തൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് പോയി വരാൻ പുറപ്പെട്ടതായിരുന്നു. മുണ്ടും മേൽമുണ്ടും ഓലക്കുടയും കവടി സഞ്ചിയുമായിരുന്നു വേഷം. പെരുവളത്തുപറമ്പ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറച്ചകലെ ഒരു മഞ്ചലിൽ യാത്ര പോവുകയായിരുന്ന ഉണ്ണിക്കോരൻ എന്ന നാടുവാഴി നമ്പ്യാർ വാര്യരെയും കൈവശമുള്ള സഞ്ചിയും കണ്ടു. സഞ്ചിയിൽ പണമായിരിക്കുമെന്ന് കരുതി അത് കൈക്കലാക്കി വരുവാൻ നമ്പ്യാർ തൻ്റെ മഞ്ചൽ വാഹകരെ അയച്ചു. അവർ വാര്യരെ വെട്ടിക്കൊന്ന് അടുത്തുള്ള ഒരു പൊട്ടൻ കുഴിയിൽ തള്ളിയിട്ട് സഞ്ചി കൊണ്ടുവന്ന് യജമാനനെ ഏൽപ്പിച്ചു. ആ സഞ്ചിയിൽ കവടിയാണെന്ന് മനസ്സിലാക്കിയ നാടുവാഴി ആ സഞ്ചിയും ആ കുഴിയിൽ ഉപേക്ഷിച്ചു വരുവാൻ കൽപ്പിച്ചു. വാര്യരുടെ വീട്ടിലുള്ള ശേഷക്കാർ കേട്ടുകേൾവിയിലൂടെ പൈശാചികമായ ഈ കൊലപാതക വിവരമറിഞ്ഞു. ഈ ദുരന്ത വാർത്ത അറിഞ്ഞ വാര്യർ കുടുംബത്തിന് നീതി തേടാൻ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അവർ ഈ സങ്കടം തൃച്ചംബരത്തപ്പനോട് തന്നെ ബോധിപ്പിക്കുകയായിരുന്നു. വാര്യരുടെ ഒരു പെങ്ങൾ ദിവസവും കുളത്തിൽ മുങ്ങി ഈറനോടുകൂടി ക്ഷേത്രനടയിൽ വന്ന് ഈ അന്യായം ബോധിപ്പിക്കുക പതിവായി. അല്പകാലത്തിനു ശേഷം നാടുവാഴിയുടെ കുടുംബത്തിൽ അപമൃത്യുവും അകാല മരണങ്ങളും സംഭവിക്കാൻ ആരംഭിച്ചു. പ്രശ്നം വെച്ചപ്പോൾ തൃച്ചംബരത്തപ്പൻ കോപത്തിലാണെന്നും തൻ്റെ വാര്യരെ അകാരണമായി വധിച്ചതിൻ്റെ ഫലമാണ് ഇതെന്നുമാണ് കണ്ടെത്തിയത്. ഒടുവിൽ പരിഹാരമായി സ്വർണ്ണ പ്രതിമയും തളിക്കലവും മറ്റു സമർപ്പണങ്ങളും ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. എന്നാൽ ആ പ്രതിമ ഉരിയാടാത്തതിനാൽ അവ കുളത്തിൽ ജലാധിവാസം ചെയ്യുകയായിരുന്നു. ഇതോടെ വാര്യർ കുടുംബത്തിന്റെ സങ്കടം അവസാനിച്ചുവെന്ന് കരുതിയെങ്കിലും തൃച്ചംബരത്തപ്പനും അന്യായ പറയൽ എന്നും കേൾക്കണമെന്നുണ്ടായതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തുവാനെന്ന വണ്ണം വാര്യത്ത് പല ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു. പ്രശ്നം വഴി ചിന്തിച്ചതിൽ തമ്പുരാന്റെ ആവശ്യം മനസ്സിലാക്കി പ്രശ്നവിധിപ്രകാരം തറവാട്ട് കാരണവർ ക്ഷേത്രനടയിൽ ദിവസവും അന്യായം ബോധിപ്പിക്കുക പതിവായി. കാലക്രമേണ ഈ പ്രവൃത്തിയിൽ ഉപേക്ഷ വരികയും അപ്പോഴൊക്കെ വാര്യർ കുടുംബത്തിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാവുകയും പതിവായി. പ്രശ്നം വെച്ച് പ്രയാസങ്ങൾ ഭഗവാനെ ബോധിപ്പിക്കുകയും പ്രതിവിധിയായി പൂക്കോത്തുനടയിൽ ഉത്സവങ്ങളുള്ള ദിവസങ്ങളിൽ മാത്രം അന്യായം പറയൽ മതിയെന്നും പറയുന്നത് കാരണവർ തന്നെ വേണമെന്നില്ല, തറവാട്ടിലെ ഒരു കുട്ടി പറഞ്ഞാൽ പോലും മതിയെന്നും തൃച്ചംബരത്തപ്പൻ അനുവദിച്ചു. അതിൻ പ്രകാരമാണ് മുടങ്ങാതെ ഈ കൃത്യം നിർവഹിച്ചു വരുന്നത്. തൃച്ചംബര ഉത്സവമായി ബന്ധപ്പെട്ട് തൃച്ചംബര ഉത്സവം പൂക്കോത്ത് നടയിലേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് പ്രതിപത്തി നട എന്ന് പറയാം. നടയിൽ ആദ്യത്തെ പടയിൽ കയറി നിന്നതിന് ശേഷം എല്ലാ വാദ്യങ്ങളും എല്ലാം അവിടെ നിർത്തി വെച്ചിട്ട് ചെങ്ങളാവീട്ടിൽ കഴകക്കാരൻ പറയുന്ന ചടങ്ങാണ് അന്യായം ബോധിപ്പിക്കലാണ്. ഭഗവാന്റെ മുൻപാകെ ഉള്ളൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. തറവാടുമായി ബന്ധപ്പെട്ട് ചെങ്ങളാവീട് തറവാടുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചടങ്ങാണ്. ചെങ്ങളാവീട്ടിൽ വാര്യർക്ക് ഉണ്ടായ പഴയകാലത്ത് ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ സങ്കടം ഭഗവാനിൽ എപ്പോഴും ഭഗവാനെ സങ്കടം ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആ തറവാടിന് ഒരമ്മ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായതാണ് ഈ അന്യായം ബോധിപ്പിക്കൽ. അവരുടെ ഒരു മകൻ നഷ്ടപ്പെട്ട് പൂർവ്വകാലത്ത് അവരുടെ ഒരു മകൻ എങ്ങനെയോ നഷ്ടപ്പെട്ടു. അതൊരു കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു കഥകൾ അതിന് ഐതിഹ്യം പോലെ പറയുന്ന ഒരു കഥയുണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പം
അത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചങ്ങളാവൂരിൽ എൻ്റെ അച്ഛൻ്റെ തറവാടാണ് ചങ്ങളാവാര്യം. ചങ്ങളാവൂരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാരായണ വാര്യർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. ഇന്നും തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവവേളയിൽ അന്യായം ചൊല്ലൽ ചരിത്രവും വിശ്വാസവും ഓർമ്മിപ്പിക്കുന്ന ഒരു അപൂർവ ആചാരമായി തുടരുകയാണ്.